വാഹനങ്ങളിലെ ചുവന്ന കളറ് സ്പോർട്ടി അപ്പീലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് വാഹന വിപണിയിലേക്ക് കടന്നു വന്നത് എന്നുള്ള കഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ധാരാളം റെഡ് എലമെൻറ്റുകളുള്ള ഒരു വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ വെന്യൂ, അതായത് വെന്യൂ എൻ ലൈൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വെന്യൂ എൻ ലൈനിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി വെന്യൂ എൻ ലൈൻ. എൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ഹ്യുണ്ടായി അവതരിപ്പിച്ച അവരുടെ കുറച്ചൊരു പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. ശരിക്കും ഹ്യുണ്ടയുടെ എൻ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു എഡിഷൻ ഉണ്ട്. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുമായിട്ട് കാര്യമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി അപ്പീലുള്ള കുറച്ചൊരു സ്പോർട്ടി പ്രസൻസ് ഒക്കെ ഉള്ളൊരു വാഹനം എന്ന് പറയാം. പക്ഷേ ഒരു സ്പോർട്ടി പെർഫോമൻസ് ഉള്ള വാഹനമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും എൻ പെർഫോമൻസ് ആണ് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് 2022 മോഡൽ ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പരിചയപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മാറ്റങ്ങൾ, അതായത് സാധാരണ വെന്യൂവിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം. ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിൽ വന്നിട്ടുള്ള മാറ്റമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രില്ലിനെ അപേക്ഷിച്ച് ഈ ഗ്രില്ല് കുറച്ചും കൂടി വൈഡർ ഓപ്പൺഡ് ആണ്. അതായത് ഈ സാധനത ഈ ഒരു ജുവൽ ലൈക്ക് മെറ്റീരിയൽ എന്ന് ഹ്യുണ്ടായി വിശേഷിപ്പിക്കുന്ന ഈ സാധനം അത് കുറച്ചുകൂടി ചെറുതാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചും കൂടി കൂടുതലാണ്. ഈ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടോ, ഇത് കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഗ്രില്ലാണ്. മാത്രമല്ല ഈ സൈഡ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു എലമെൻറ്റ് അത് ശരിക്കും നേരത്തെ വെന്യൂവിൽ, അതായത് എൻ ലൈൻ അല്ലാത്ത വെന്യൂവിൽ ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഇതുമ്മലും ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഒരു വൈഡർ ഗ്രിൽ എന്നുള്ളൊരു ഫീലിലേക്ക് ഏറ്റവും പുതിയ വെന്യൂ, അതായത് വെന്യൂ എൻ ലൈനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് എൻ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു എൻ ലൈൻ വാഹനമായതുകൊണ്ട് ബാഡ്ജിങ് നിർബന്ധമാണല്ലോ. ഇനി നമ്മൾ താഴെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ ഒരു റീഡിസൈൻഡ് ബമ്പറാണ് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ബമ്പറിൻ്റെ ഈ വെൻറ്റുകളും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും ഒക്കെ തന്നെയും ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ അത് വന്ന സമയത്ത് ഇങ്ങോട്ട് കുറച്ച് ഇറക്കി കൊടുത്ത് അതുപോലെ തന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് രണ്ട് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റെഡ് എലമെൻറ്റും വന്നു. ഈ റെഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ചെയ്തൊന്നുമല്ല കേട്ടോ. അതായത് റെഡ് ഒരു എലമെൻറ്റ് തന്നെ അതിനകത്ത് കയറ്റിയതാണ് എന്നുള്ളതാണ്. അതായത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡി പാർട്ടാണ് എന്ന് ചുരുക്കം. അത്രയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാനുള്ളത്. ബാക്കി ഈ ഇൻഡിക്കേറ്റർ യൂണിറ്റ് അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് അതിനെ ചുറ്റിയിട്ടുള്ള DRLകൾ എല്ലാം തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തോട് തുല്യമാണ് എന്ന് പറയാം. ഇപ്പം ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് കുറച്ചും കൂടി വൈഡർ ഗ്രില്ലുള്ള ഒരു റെഡ് എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഡിഫ്യൂസറിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി കുറച്ചുകൂടി ഒരു സ്പോർട്ടി അപ്പീലുള്ള ഒരു വെന്യൂ ആയിട്ട് വെന്യൂ എൻ ലൈൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടുള്ള റൂഫാണ് എന്ന് പറയാം. നേരത്തെ ഉണ്ടായിരുന്നത് ബോഡി കളർ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ്. റൂഫ് റെയിലൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റെഡ് എലമെൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു എൻ ലൈനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. അതിൻ്റെ ഭാഗമായിട്ട് രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇവിടെയും നമുക്കൊരു റെഡ് എലമെൻറ്റ് കാണാം. നേരത്തെ ഉണ്ടായിരുന്ന എൻ ലൈനകത്ത് ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ്, അതായത് ഒരു ബ്ലാക്ക് സ്പേസ്, ഇവിടെ ഒന്നുമില്ലാതെ ഒരു കാലിയാവുന്ന സമയത്ത് അവിടെ ഒരു കുഴി പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ ലൈനിലേക്ക് വന്നപ്പം ആ ഒരു ഇത് മാറി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വീല് നല്ല രസകരമായിട്ടുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ് അല്ലേ, സൈഡിലേക്ക് വരുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേ സൈഡിൽ, അതായത് ഫെൻഡറിൻ്റെ ഭാഗത്ത് പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വെന്യൂവിൽ അത് ബോഡി കളേർഡായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു പിയാനോ ബ്ലാക്കിൻ്റെ എലമെൻറ്റും റെഡ് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് വന്ന സമയത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇനി പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടുള്ള റൂഫ് വന്നതുകൊണ്ടുണ്ടായ ഒരു വലിയ വ്യത്യാസം ഈ ഒരു ഭാഗമാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനകത്ത് ഈ ഒരു ഭാഗം മാത്രം ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ട് കൊടുക്കുകയും ഇവിടെ നിന്ന് അങ്ങോട്ട് ബോഡി കളേർഡും ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ കാണുന്ന സമയത്ത് വേറൊരു ലുക്കായിരുന്നു, ഇപ്പോൾ കാണുന്ന സമയത്ത് വേറൊരു ലുക്ക്. അങ്ങനൊരു വ്യത്യാസം ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ അവിടെ കണ്ടതുപോലത്തെ ഒരു റെഡ് എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സൈഡിൽ എൻ ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് വന്ന സമയത്ത് വന്നിട്ടുള്ള വ്യത്യാസം. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻ എക്സോസ്റ്റ് പൈപ്പുകളാണ്. അതായത് രണ്ട് റൗണ്ട് ഷേപ്പ്ഡ് എക്സോസ്റ്റുകൾ. ഇത് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനകത്ത്, അതായത് വെന്യൂ സാധാരണയിലേക്ക് വന്ന സമയത്ത്
എക്സോസ്റ്റ് പൈപ്പ് കാണാത്ത രീതിയിലായിരുന്നു ഈ ബാക്ക് ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി ഇപ്പോൾ ഇവിടെ 2 എക്സോസ്റ്റ് ഭാഗം, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. സ്കിഡ് പ്ലേറ്റ് മാറി, അതായത് ബമ്പറിൻ്റെ ഒരു റീഡിസൈൻ വന്നുകൊണ്ട് ഈ സ്കിഡ് പ്ലേറ്റ് 2 സ്പ്ലിറ്റായിട്ട് ക്രമീകരിച്ചു. നേരത്തെ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഈ ഭാഗമൊക്കെ സെയിം തന്നെയാണ്, അതായത് ഈ റിഫ്ലക്ഷൻ യൂണിറ്റും അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുള്ളത് സെയിം തന്നെയാണ് കൊടുത്തുള്ളത്. ഇവിടെ നമുക്ക് N-Line എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വെന്യൂവിൻ്റെ ബാഡ്ജിങ്, ക്യാമറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെയിം ആണ്. ഇവിടെ നമുക്ക് ആ ഒരു റെഡ് എലമെൻറ്റ് കാണാം, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള. പിന്നെ വന്നുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം, കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി വലിപ്പം കൂടിയതാണ് എന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതായത് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആണ്. പിന്നെ പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആയതുകൊണ്ട് കാണാനും കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ ഉണ്ട് എന്നുള്ളതാണ്. അതും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് ബാക്കിൽ നമുക്ക് എടുത്തു പറയാം. ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലെ ടെയിൽ ലാമ്പ് യൂണിറ്റുകളൊക്കെ സെയിം തന്നെയാണ്, മാറിയിട്ടില്ല. അതുപോലെ തന്നെ ബൂട്ട് സ്പേസും നേരത്തെ നമ്മൾ വെന്യൂവിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ, ഡോർ തുറന്നാൽ നമ്മളെ സ്വീകരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആയിരുന്നു, അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെതർ എലമെൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ലെതർ എലമെൻറ്റുകൾ ക്രമീകരിച്ച ഭാഗത്തൊക്കെ ഒരു റെഡ് സ്റ്റിച്ചിങ് മനോഹരമാക്കി കൊടുത്തത് ആ ഒരു N-Line ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ബാക്കിയൊക്കെ തന്നെയും ഡോർ ഹാൻഡിൽസ്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, പവർ വിൻഡോ കൺട്രോൾസ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വെന്യൂവിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു N-Line ഹൈലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ലെതർ സീറ്റുകളായിട്ടാണ്. നേരത്തെ നമുക്ക് SXO എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ലെതർ സീറ്റുകൾ ഇപ്പോൾ N-Line വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അതായത് 2 വേരിയൻ്റാണ് N-Line ഉള്ളത്, N6ഉം N8ഉം. ഇത് N6 ആണ്. അപ്പം രണ്ടിനകത്തും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ലെതർ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു ലെതർ സീറ്റുകളിൽ ആ ഒരു റെഡ് ആൻസെറ്റ്, അതായത് റെഡ് സ്റ്റിച്ചിങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ റെഡ് ലൈനും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ നമ്മൾ ആ ഒരു റേസിംഗ് പതാക പോലത്തെ ഒരു കളറിൽ കൊടുത്തുള്ള ആ ഒരു കാര്യം കാണാം. പിന്നെ അതുപോലെ തന്നെ N എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ്ങും നമുക്ക് അവിടെ കാണാം. അതായത് N-Line അതൊരു അൽക്കണ്ടാറ മെറ്റീരിയലൊക്കെ പോലെ ആക്കിയിട്ടാണ് കൊടുത്തുള്ളത്. സീറ്റ് കാണാൻ നല്ല രസമുണ്ട്, ഒരു സ്പോർട്ടി അപ്പീലുള്ള സീറ്റ് എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ AC വെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്പോർട്ടിനെസ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് മാറ്റമുണ്ട്. N-Line വന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു 4 സ്പോക്ക് ആയിട്ടുള്ള ആ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഉള്ള ആ ഒരു സ്റ്റിയറിംഗ് വീൽ ആയിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഹ്യുണ്ടായുടെ തന്നെ 3 സ്പോക്കഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. അതിനകത്തൊരു ലെതർ എലമെൻറ്റൊക്കെ കൊടുത്തു. ഇവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ റെഡായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു N ബാഡ്ജിങ് കാണാം. ബാക്കി കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഷെയിം തന്നെയാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം DCT അകത്ത് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കിനകത്ത് DCT ആയിട്ട് മാത്രമാണ് അവൈലബിൾ. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസ്, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും പറയാനില്ല എന്നതാണ്. ഇനി നമ്മൾ സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ റെഡ് കളറുകളുടെ വ്യത്യാസമാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ചുറ്റും വന്ന റെഡ് എലമെൻറ്റുകൾ, അത് ഇവിടേക്ക് വരുന്ന നമ്മുടെ സമയത്തും റെഡ് എലമെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷനകത്ത് ഒരു റെഡ് എലമെൻറ്റ്. ഇവിടെ നമുക്കൊരു N ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നിടത്തേക്ക് വരുന്ന സമയത്തും ഇവിടെ നമുക്ക് റെഡ് എലമെൻറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ വന്നിട്ടുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. നേരത്തെ നമ്മൾ കണ്ടിട്ട് പോലെ തന്നെ USB 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് യൂണിറ്റ്, 3 ഡ്രൈവ് ബോർഡുകൾ, എക്കോ, നോർമൽ, സ്പോർട്ട്, ഇതൊക്കെ തന്നെയും സെയിം തന്നെയാണ്. പിന്നെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ടിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആണോ, കുറച്ചൊരു സ്പോർട്ടി അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഭയങ്കര സംഭവമായിട്ടല്ല, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും പതിഞ്ഞ എന്നാലൊരു സ്പോർട്ടി അപ്പീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടിനെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി എലമെൻറ്റുകളൊക്കെ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് അഡ്ജസ്റ്റിന് റിയർ മിറർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സെയിം തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നുള്ളത് ഈ ഒരു ഡാഷ് ക്യാമറയുടെ കാര്യത്തിലാണ്. ഇവിടെ ഒരു ഡാഷ് ക്യാമറ കാണാം. ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ക്രമീകരിച്ച് വാഹനത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചത്. ഡാഷ് ക്യാമറ ശരിക്കും നല്ലത് തന്നെയല്ലേ. അപ്പോൾ ഒരു വാഹന നിർമ്മാണ കമ്പനി അത് ഇൻബിൽട്ടായിട്ട് കൊടുക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിനിടയിൽ പല വാഹനങ്ങളും റോങ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡാഷ് ക്യാമറ നല്ലതാണ്. അതെൻ്റെ അഭിപ്രായമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് വന്നിട്ടുള്ള വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നാച്ചുറൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മളെ കിളികളുടെ സൗണ്ട്, മഞ്ഞ് പെയ്യുന്ന സൗണ്ട്, മഴ പെയ്യുന്ന സൗണ്ട്, അത് ഇതിനകത്തില്ല. അതായത് N-Line വന്ന സമയത്ത് ആ സംഭവം മാറ്റിയിട്ടുണ്ട്. അത് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പെട്രോൾ മാനുവൽ വെന്യൂവിൽ ഉണ്ടായിരുന്നു. ആ സാധനങ്ങൾ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി വാഹനമായതുകൊണ്ട് ആംബിയൻ സൗണ്ട്സ് ഒന്നും ആവശ്യമില്ല എന്നൊരു പക്ഷേ Hyundai തീരുമാനിച്ചതായിരിക്കാം അതിനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന സമയത്ത് Hyundai വെന്യൂവിൻ്റെ N-Line വന്ന സമയത്ത് ഇതിനകത്തുനിന്ന് എയർ പ്യൂരിഫയർ പോയിട്ടുണ്ട്. അതായത് N-Line വരുന്ന സമയത്ത് ഒരു എയർ പ്യൂരിഫയർ ഇല്ല എന്നുള്ളതാണ്.
ഇനി നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് സാധാരണ വെന്യൂ പോലെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ നീളത്തിനോ വീതിയിനോ അതുപോലെ തന്നെ ഡയമെൻഷനൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് അടക്കം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇരിക്കുന്ന അതേപോലെ തന്നെയാണ്. ഇനി ആകെ ഒരു വ്യത്യാസം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ഇരിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ട്, അതായത് ലെതർ എലമെൻ്റ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലെതർ സ്റ്റിച്ചിങ്ങുകളെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു ലെതർ കളർ, അതുപോലെ തന്നെ AC വെൻറ്റിലും ആ ഒരു എൻ ടച്ച് അല്ലേ, അങ്ങനെ പറയാം, ഒരു എൻ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു നല്ല ഹെഡ് റൂമുണ്ട്, അത്യാവശ്യത്തിന് നല്ല ലെഗ് റൂമുകളും നമുക്ക് ഈ വാഹനത്തിനകത്തുണ്ട്. 5 പേരിൽ കൂടുതലുണ്ട്, ക്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ കൺവീനിയൻസ് വരികയാണെങ്കിൽ C ടൈപ്പ് ചാർജിങ് പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണൊക്കെ ചാർജ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. വിസിബിലിറ്റിയും നല്ലതാണ്, കൊള്ളാം. ഇനി നമ്മൾ N-ലൈൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട എഞ്ചിനിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. ഒരു ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അത് 118 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനകത്ത്, അതായത് DCTക്കകത്ത് മാത്രമാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ നമുക്കൊരു IMT ഒക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ വാഹനത്തിനകത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വേരിയൻറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള Hyundai ഡീലർഷിപ്പുകൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. നമ്മൾ വെന്യൂ N-ലൈനെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാം, നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം. അതായത് ഇതിൻ്റെ പെഡലുണ്ടല്ലോ, അതായത് നമ്മുടെ ബ്രേക്കും ആക്സലറേറ്ററും അതൊരു സിൽവർ ഫിനിഷ് ആട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് വൈറ്റ് തോന്നും, അത് സ്റ്റിക്കറാണ്. അതിൻ്റെ അടിയിൽ ഒരു സിൽവർ കളറിലാണ് അതിൻ്റെ പെഡലിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതും N-ലൈനിലേക്ക് വന്ന സമയത്തുള്ളൊരു മാറ്റമാണ്. കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ ഓടിച്ച് നോക്കിയ അനുഭവം വെച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടി സ്റ്റിഫറായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതൊരു പെർഫോമൻസ് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ടേൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേണൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഗ്രൗണ്ടായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണോ ബോഡി റോളുകളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ കുറച്ച് ബാഡ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് അത് ചിലപ്പം ഒരു മോശമായിട്ട് തോന്നുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ നല്ലതാണ്. അതായത് കുറച്ചും കൂടി ഡ്രൈവിംഗ് ഡൈനാമിസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്ലസ് പോയിൻറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം സ്റ്റിയറിങ്ങിൻ്റെ റിട്ടേണബിലിറ്റിയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ലൈനെ അപേക്ഷിച്ച് സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് റിട്ടേൺ ആവുന്ന സിസ്റ്റം വന്നിട്ടുണ്ട്. അതും കുറച്ചും കൂടി ഡ്രൈവിംഗ് എക്കണോമിക്സ് കൂട്ടും എന്നതാണ്. അത് കുറച്ചും കൂടി ഒരു ഈസി ഡ്രൈവിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നുള്ളത് കൂടി ഒരു നല്ല കാര്യം. അതും 2 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും DCTയിൽ നമ്മളിത് ഓടിക്കുന്ന സമയത്തും ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഡ്രൈവിംഗ് എക്കണോമിക്സിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പിന്നെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെയും കൂടി ബാധിക്കുമല്ലോ. ആ ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ വെന്യൂ ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സ്പോർട്ടി അപ്പീൽ നമുക്ക് ഈ N-ലൈൻ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു 0 to 100 ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ റോഡിൽ ഒരിക്കലും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ബിസിയാണ്. കൊച്ചിയാണല്ലോ, കൊച്ചി എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. ഈ റോഡ് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊരു അവസരത്തിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ 0 to 100 ടെസ്റ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഒരു 20 km/ലിറ്റർ ആയിരിക്കും ഇതിൻ്റെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. കമ്പനി അവകാശപ്പെടുന്ന 20 പോയിന്റ് സംതിങ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് നല്ലൊരു മൈലേജ് തന്നെയാണ്. ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ വെന്യൂ അവതരിപ്പിച്ച സമയത്ത് മൈലേജ് നല്ലൊരു ടോക്കിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം കൂടുതൽ ഇംപ്രൊവൈസ് ആയിട്ടുള്ള ഒരു മൈലേജ് ഫിഗർ ആയിരുന്നു അറേ ഇതിനായിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, അറേ അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൺ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് അവർ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ റോഡിൻ്റെ കണ്ടീഷൻസ്, നമ്മുടെ ഡ്രൈവിംഗ് ഡൈനാമിസത്തിൻ്റെ രീതികൾ ഒക്കെ മൈലേജിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് എന്നുള്ളൊരു ഓർമ്മ എല്ലാവരിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി ഈ മൈലേജിൻ്റെ ഫിഗർ പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. വെന്യൂ ഓടിക്കുന്ന സമയത്ത് നേരത്തെ വെന്യൂ നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ വെന്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മലയാള ഭാഷ കൊണ്ടുവന്നതിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ, ആംബിയൻസിലെ സൗണ്ട് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പം ആ ഒരു സൗണ്ട് എന്താണെന്നൊക്കെ സംശയമൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്തും മുകളിൽ ഐ ബട്ടണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഹൈദരാബാദ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. റാമോജി റാവു ഫിലിം സിറ്റിൻ്റെ ഭംഗിയും അതിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട്
അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇത് രണ്ടും റിലേറ്റഡ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും വെന്യൂവിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് എൻലൈനിലേക്ക് വന്ന സമയത്തുണ്ടായ മാറ്റങ്ങൾ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ പുതിയ വെന്യൂ ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, കൂടുതൽ ഉഷാറായ ഒരു വെന്യൂ എന്ന് പറയാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വെന്യൂവിനേക്കാളും കുറച്ചും കൂടി ഒരു അഗ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വെന്യൂ എന്നുള്ളൊരു ഫീലാണ് എനിക്കിത് ഡ്രൈവ് ചെയ്ത സമയത്ത് കിട്ടിയത്. പിന്നെ എക്സ്റ്റീരിയർ ചേഞ്ചസും അടിപൊളിയായിട്ടുണ്ട്. റെഡ് എലമെൻറ്റുകൾ വന്നു എന്നതിനേക്കാൾ ഉപരി ചെറിയ ചെറിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രില്ലിൻ്റെ മാറ്റമാണെങ്കിൽ നല്ല രസമുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കൊരു വ്യത്യാസം ആ ഒരു ഗ്രില്ലിൻ്റെ ചേഞ്ചസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റിൽ വന്ന വ്യത്യാസം, ബാക്കിൽ എക്സോസിലേക്ക് കൊണ്ടുവന്ന വ്യത്യാസങ്ങളൊക്കെ തന്നെയും ഒരു നല്ലൊരു ഫ്രഷ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ DNA സെയിം തന്നെയാണ്. നീളം, വീതി, ഡയമെൻഷനൊന്നും മാറാത്തത് കൊണ്ടും ഡിസൈൻ പാറ്റേൺ സെയിം ആയതുകൊണ്ടും ഒക്കെ DNA സെയിം ആയിട്ട് തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏറ്റവും പുതിയ ഹ്യുണ്ടായി എൻലൈൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തോന്നിയ കാര്യങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് വാഹന ലോകത്ത് സംഭവിക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള കാര്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഫീൽഡിലോട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഏറ്റവും പുതിയ ഹ്യുണ്ടായി എൻലൈനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.